ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കാണ് സ്റ്റേറ്റ് വേഴ്സസ് പ്രോപ്പ്. അതായത് എന്താണ് സ്റ്റേറ്റ് എന്ന് നമ്മൾ പഠിച്ചു, ഇനി എന്താണ് പ്രോപ്സ് എന്ന് കൂടെ പഠിക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാണ്. മൈ ഡാറ്റാസ് സെറ്റ് മൈ ഡാറ്റാസ് ഈക്വൽ ടു യു സ്റ്റേറ്റ്, എന്നിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ, ഞാനിപ്പോൾ തൽക്കാലം സ്ട്രിങ് ആണ് കൊടുക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ സ്റ്റേറ്റിന് ഇവിടെ ഒരു ബ്രേക്ക് ടാഗ് ഇട്ടിട്ട് ഒരു ഹെഡറിനകത്തായിട്ട് നമുക്കത് കാണിക്കാം. നമ്മൾക്കറിയാം ഇതൊരു സ്റ്റേറ്റാണ്, പിന്നെ നമ്മളിത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഹോം പേജിനകത്താണ്. പക്ഷേ നമ്മൾക്ക് ഇതിനെ എബൌട്ടിലോ അല്ലെങ്കിൽ കോണ്ടാക്റ്റ് പേജിലേക്കോ മാറ്റണമെങ്കിൽ ഈ സ്റ്റേറ്റിന് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. സോ ഇതിൻ്റെ മൂന്നിൻ്റെയും പാരൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റിലേക്ക് നമുക്ക് ഫസ്റ്റ് ഈ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യണം. ഇപ്പോൾ പാരൻ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റ് app.js ആണ് അല്ലേ, അതിനകത്താണ് നമ്മളിത് മൂന്നിനെയും ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ അവിടെ ഞാൻ ഡിഫൈൻ ചെയ്യുകയാണ്. എന്നിട്ട് ഈ യൂസ് സ്റ്റേറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. തൽക്കാലം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ മേലെയായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിവിടെ ഡിഫൈൻ ആയിട്ടുണ്ട്. പക്ഷേ താഴെ ഒരു എറർ കാണാം, ഹോം പേജിനകത്ത് മൈ ഡാറ്റ ഡിഫൈൻ ചെയ്തിട്ടില്ല. അതിനായിട്ട് നമ്മുടെ കമ്പോണൻ്റ് ഈ ഭാഗത്തായിട്ട് നമ്മൾ കേളി ബ്രേസിനകത്ത് മൈ ഡാറ്റാസ് ഇമ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് app.jsനകത്ത് പോയിട്ട് അതിനെ പാസ് ചെയ്ത് കൊടുക്കാം. സോ ഇവിടെ അത് സ്റ്റേറ്റാണ്. നമ്മൾ ഈ സ്റ്റേറ്റിനെ ഹോം പേജിനകത്ത് കണ്ടോ മൈ ഡാറ്റാസ് എന്ന് കാണാം. ക്ലിക്ക് ചെയ്ത് നമ്മളുടെ മൈ ഡാറ്റാസ് പാസ് ചെയ്ത് കൊടുക്കാം. ചൈൽഡിൽ നിന്ന് എന്ത് പേരിട്ട് വേണമെങ്കിലും ഇതിനെ കോൾ ചെയ്യാം. ഓക്കെ, അത് പാസ്സായിട്ടുണ്ട്. സോ ഈ സ്റ്റേറ്റ് നമ്മൾ പാസ് ചെയ്യുമ്പം അതിനെ പ്രോപ്സ് എന്നാണ് പറയുന്നത്. നമ്മൾക്കിനി കോണ്ടാക്റ്റിനകത്ത് ഇതിനെ കോൾ ചെയ്യാം വേറൊരു നെയിമിൽ, മൈ ഡാറ്റാസ് എന്ന പേരിൽ മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് ഇവിടുന്ന് ചൈൽഡ് കമ്പോണൻറ്റിൽ നിന്ന് വിളിക്കാം. സോ ഇവിടെ സം ഡാറ്റാസ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി താഴെ നമുക്ക് അതിനെ പാസ് ചെയ്ത് കൊടുക്കാം സം ഡാറ്റാസ്. ഇനി app.jsനകത്ത് നമുക്ക് ഈ പേരിട്ട് വിളിച്ചാൽ മതി, സം ഡാറ്റാസ് എന്ന്. ഇവിടെ കാണാൻ പറ്റും സം ഡാറ്റാസ്. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ മൈ ഡാറ്റാസ് എന്ന് പാസ് ചെയ്ത് കൊടുക്കാം. സോ സ്റ്റേറ്റ് പ്രോപ്സ് ആവുന്നു. സോ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ട് ചൈൽഡിൽ നിന്ന് വിളിക്കാൻ പറ്റും. പ്രോപ്പറായിട്ടത് വർക്കാവുന്നുണ്ട് അല്ലേ. പക്ഷേ അതിൻ്റെ സ്റ്റൈലൊന്ന് മാറിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഹോം പേജിനകത്ത് കൊടുത്തത് ഹെഡറിലാണ്, H4 ടാഗിലാണ്. ഇത് നമ്മൾ വെറുതെ കൊടുത്തതാണ്. സോ H4 ടാഗിനകത്തായിട്ട് ഈ സം ഡാറ്റാസ് പാസ് ചെയ്യാം. ഓക്കെ, അത് പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് എങ്ങനെ പ്രോപ്പ് ആവുന്നത് നമ്മൾ പഠിച്ചു. സ്റ്റേറ്റിനെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാനും പഠിച്ചു അല്ലേ. ഈ സ്റ്റേറ്റിനകത്ത് എന്ത് വാല്യൂ വേണമെങ്കിലും ആവാം, ഒരു ലിസ്റ്റ് ആവാം, നമ്പർ ആവാം, എന്ത് ഡാറ്റ വേണമെങ്കിലും ആവാം. സോ ഇങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്റ്റേറ്റിനെ നമ്മൾ ചൈൽഡ് എലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ചൈൽഡ് കമ്പോണൻറ്റിലേക്ക് പ്രോപ്പായിട്ട് പാസ് ചെയ്യുന്നത്. ഇനിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.